ഹലോ, വീണ്ടും ഒരു സൺഡേ കൂടി. അപ്പോൾ സമാധാനപരമായിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന ദിവസം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സൺഡേ ആയിരിക്കും. ബാക്കിയുള്ള ദിവസങ്ങളിൽ ഉണ്ടാക്കുമെങ്കിലും ഒന്ന് റിലാക്സ് ആയിട്ട് ഉണ്ടാക്കുന്നത് ഇന്ന് തന്നെ ആയിരിക്കും അല്ലേ. അപ്പോൾ എന്നാൽ പിന്നെ ഇന്ന് ബീഫും പത്തിരിയും തന്നെ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ബീഫ് കറി ഉണ്ടാക്കാനുള്ള ഒരു പുറപ്പാടിലാണ് കേട്ടോ. അതിന് വേണ്ടിയുള്ള പൊടികളൊന്ന് ചൂടാക്കി, മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഒന്ന് ചൂടാക്കി, അതിന് ശേഷം കുക്കറൊന്ന് അടുപ്പത്ത് വെച്ച് ചൂടായി വന്നപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് സവാള ഇട്ട് കൊടുത്ത് വേപ്പിലിട്ട് കൊടുത്ത് ചെറിയുള്ളി ചതച്ചത്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒക്കെ ഇട്ട് കൊടുത്ത്, പിന്നെ തക്കാളി ഇട്ട് കൊടുത്ത് നന്നായി വാടി വന്നപ്പോൾ ഈ ചൂടാക്കിയ മസാല പൊടികളും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ബീഫ് ഇട്ട് കൊടുത്ത്, പിന്നെ ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ് ഒക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ലേശം വെള്ളം ഒഴിച്ചിട്ട് കുക്കർ അടച്ചിട്ട് വേവിക്കാൻ കേട്ടോ. ഈ സമയത്ത് ഞാനവിടെ പത്തിരിക്കുള്ള പൊടി വാട്ടി ഉണ്ടയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ മോള് വന്നിട്ട് അത് പ്രസ് ചെയ്യുന്നുണ്ട്. ആ സമയം കൊണ്ടാണ് ഞാനിവിടെ ബീഫ് ഉണ്ടാക്കിയത്. അവളത് പ്രസ് ചെയ്ത് പൊഴുക്കിനി എനിക്കത് ചുട്ടെടുത്താൽ മാത്രം മതി. എന്നാൽ പിന്നെ ഞാൻ പത്തിരി ചുടാൻ പോട്ടെ കേട്ടോ. അപ്പോൾ ഇതാണ് മോള് പ്രസ് ചെയ്തതാണ് കേട്ടോ. വലിപ്പം നോക്കി ആരും ഒന്നും പറയണ്ട. ചെറുതായാലും വലുതായാലും നമുക്ക് തന്നെ കഴിക്കാനുള്ളതല്ലേ.